ഒരേ ദിവസം 2 കൊലപാതകങ്ങൾ. കേരളത്തിലെ ആനപ്രേമികൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയ ദിവസമായിരുന്നു 2026 മെയ് 1 നടന്ന 2 ആനപ്പാപ്പാന്മാരുടെ മരണങ്ങൾ. ഇതിൽ ആദ്യത്തേത് പെട്ടെന്നുണ്ടായ ആനക്കരയുടെ ഭാഗമായാണെങ്കിൽ രണ്ടാമത്തെ കൊലപാതകം നടത്തിയത് പാപ്പാന്റെ അശ്രദ്ധയും ആന കരുതിക്കൂട്ടി ചെയ്തതുമാണെന്ന് തന്നെ പറയേണ്ടി വരും. 2026 മെയ് 1 രാവിലെ 9 മണിക്കാണ് മയ്യനാട് പാർത്ഥസാരഥി എന്ന ആനയെ പാലക്കാടുള്ള ഒരു ഉത്സവ പരിപാടിക്ക് കൊണ്ടുപോകുന്നതിന് മുന്നോടിയായി അങ്കമാലിയിലെ കിടങ്ങൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഒന്ന് തൊഴിക്കാനായി പാപ്പാന്മാർ കൊണ്ടുവന്നത്. ക്ഷേത്രത്തിൽ തൊഴുത ശേഷം ആനയെ കുളിപ്പിച്ച് വെള്ളം നൽകാൻ കൂടി വേണ്ടിയാണ് കിടങ്ങൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നത്. പൊതുവെ ശാന്ത സ്വഭാവക്കാരനും ഇതുവരെ കാര്യമായ അക്രമ സ്വഭാവം കാണിച്ചിട്ടില്ലാത്തതുമായ പാർത്ഥസാരഥിയെ അധികമൊന്നും ചങ്ങലകൾ കൊണ്ട് ബന്ദോബസ്ത് ചെയ്തിട്ടില്ലായിരുന്നു. ഈ സമയത്ത് കിടങ്ങൂർ ക്ഷേത്രത്തിൽ ഉത്സവത്തിനോടനുബന്ധിച്ച് അലങ്കാരപ്പണികൾ നടക്കുകയായിരുന്നു. ക്ഷേത്രത്തിൽ തൊഴുത ശേഷം തിരികെ ലോറിയിലേക്ക് കയറ്റുവാനായി കൊണ്ടുപോകുന്നതിനിടയിൽ ആനയുടെ പാപ്പാനും ലോറി ഡ്രൈവറുമായ വിഷ്ണു ആനയോടെന്തോ ഒന്ന് പറയുകയും പെട്ടെന്ന് പ്രകോപിതനായ പാർത്ഥസാരഥി പാപ്പാന്മാർക്ക് നേരെ ദേഷ്യത്തോടെ കൊമ്പ് വീശുകയും ചെയ്തു. പൊതുവെ ശാന്ത സ്വഭാവക്കാരനായ പാർത്ഥസാരഥിയുടെ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ആ രൂപം കണ്ട് അക്ഷരാർത്ഥത്തിൽ ഏവരും ഞെട്ടിപ്പോയി. 1 പാപ്പാൻ പ്രദീപിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുൻപ് തന്നെ ആനയുടെ കൊമ്പുകൊണ്ടുള്ള അടിയേറ്റ് അദ്ദേഹം ദൂരേക്ക് തെറിച്ചു വീണിരുന്നു. പിന്നീടുള്ള അവന്റെ അരിശം ലോറി ഡ്രൈവറും ആനപ്പാപ്പാനുമായ വിഷ്ണുവിന് നേരെയായിരുന്നു. തുമ്പിക്കൈ കൊണ്ട് ചുറ്റിയെടുത്ത വിഷ്ണുവിനെ ദൂരേക്ക് വലിച്ചെറിയുകയും അയാളെ പലതവണ വാരിയെടുത്ത് നിലത്തടിക്കുകയും ചെയ്തു. ഈ തക്കത്തിൽ അവിടെയുണ്ടായിരുന്ന നാട്ടുകാരിൽ ചിലരാണ് പരിക്കേറ്റ് എഴുന്നേൽക്കാൻ കഴിയാത്ത 1 പാപ്പാൻ പ്രദീപിനെ വല്ലവിധേനയും അവിടെ നിന്നും മാറ്റിയത്. തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ പ്രദീപിനെ തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ ആനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കുപറ്റിയ വിഷ്ണുവിനെ രക്ഷപ്പെടുത്താൻ അവർക്ക് സാധിച്ചില്ല. അല്ലെങ്കിൽ വിഷ്ണുവിനെ രക്ഷപ്പെടുത്താൻ നാട്ടുകാരെ പാർത്ഥസാരഥി സമ്മതിച്ചില്ലെന്ന് വേണം പറയാൻ. പെട്ടെന്നുണ്ടായ ക്രോധത്തിൽ 2 പാപ്പാന്മാരെയും ആക്രമിച്ച ശേഷം പാർത്ഥസാരഥി ഒരൽപ്പം ശാന്തനായിരുന്നു. എങ്കിലും മൃതപ്രായമായി കിടക്കുന്ന വിഷ്ണുവിന്റെ അടുത്തു നിന്നും മാറുവാൻ അവൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് വിഷ്ണുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനും സാധിച്ചില്ല. ആന ഇടഞ്ഞു എന്ന വാർത്തയറിഞ്ഞ് മറ്റുള്ള ആനപ്പാപ്പാന്മാർ അവിടേക്കെത്തുമ്പോൾ സമയം ഏറെ പിന്നിട്ടിരുന്നു. അവരുടെ ആദ്യത്തെ കടമ്പ എന്തെന്നാൽ ഇടഞ്ഞു നിൽക്കുന്ന പാർത്ഥസാരഥിയെ വിഷ്ണുവിന്റെ അടുത്തു നിന്നും എങ്ങനെയെങ്കിലും മാറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുക എന്നതായിരുന്നു. പക്ഷേ ആനയുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ അവർ ശ്രമിച്ചതോടെ പാർത്ഥസാരഥിയുടെ സ്വഭാവം മാറി. പലപ്പോഴും പാപ്പാന്മാർക്ക് പിന്നാലെ വെച്ചു പിടിച്ച അവന്റെ തുമ്പിക്കയിൽ നിന്നും പലരും രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടായിരുന്നു. ഇതിനിടയിൽ ആനയുടെ ശ്രദ്ധ മാറ്റി വിഷ്ണുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തന്നെ നിയന്ത്രിക്കുവാൻ വന്ന പുതിയ പാപ്പാന്മാരെ കണ്ട് പാർത്ഥസാരഥി കൂടുതൽ അക്രമകാരിയായി. ക്ഷേത്ര പരിസരത്ത് പാർക്ക് ചെയ്തിരുന്ന ജോലിക്കാരുടെ വാഹനങ്ങൾ അവൻ അടിച്ചു തകർത്തു. അവന്റെ അരിശം മുഴുവനും ഒരു കാറിനോടായിരുന്നു അവൻ തീർത്തത്. ഇതിനിടെ എത്തിയ എലിഫന്റ് സ്ക്വാഡിലെ അംഗങ്ങൾ ആനയെ ക്യാച്ചർ ബെൽറ്റ് അടിക്കുവാൻ പലവട്ടം ശ്രമിച്ചെങ്കിലും മിന്നൽ വേഗത്തിൽ പാഞ്ഞെടുക്കുന്ന പാർത്ഥസാരഥിയുടെ അടുത്തേക്ക് പോകാൻ അവർ ഭയന്നു. അപ്പോഴേക്കും കാറുമായി മല്ലിട്ടപ്പോഴുണ്ടായ മുറിവിൽ നിന്നും ആനയുടെ കൊമ്പിലും തുമ്പിക്കയിലുമൊക്കെ ചോര പുരണ്ടു. ഈ വേദനകൾ അവനെ കൂടുതൽ അക്രമകാരിയാക്കി മാറ്റി. ആനയെ തളയ്ക്കുവാൻ പോകുന്ന കാര്യങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒടുവിൽ ആനയെ മയക്കുവെടിവെച്ചു. ശരീരത്തിൽ സൂചി ആഴ്ന്നിറങ്ങിയ വേദനയിൽ അവൻ നേരെ വീണ്ടും പരാക്രമം തുടർന്നു. അതിനുശേഷം സമീപത്തുള്ളൊരു വൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക് സാവകാശം പോയി നിന്നു. പതുക്കെ മയക്കുമരുന്ന് അവന്റെ ശരീരത്തെ മയക്കി തുടങ്ങി. പതുക്കെ കണ്ണുകൾ പകുതിയടച്ച് ശാന്തനായി നിന്നതോടെ ആന മയങ്ങിയെന്ന് മനസ്സിലാക്കി കാലിൽ റോപ്പ് കൊണ്ട് കെട്ടി അവനെ തളച്ചു. രാവിലെ 9 മണിക്ക് ഇടഞ്ഞ ആനയെ 11 മണിയോടെയാണ് പൂർണ്ണമായും തളയ്ക്കാൻ സാധിച്ചത്.
ആനയിടഞ്ഞ് പാപ്പാൻ കൊല്ലപ്പെട്ടു എന്ന വാർത്തയറിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കൊല്ലപ്പെട്ട പാപ്പാൻ കൊല്ലം സ്വദേശി വിഷ്ണുവിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള തിരക്കിലായിരുന്നു ആനപ്രേമികൾ. അപ്പോഴാണ് ഇടിമിന്നൽ പോലെ മറ്റൊരു വാർത്ത എത്തിയത്. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആന പാപ്പാനെ കൊല ചെയ്തിരിക്കുന്നു. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച വഴുവാടി കാശിനാഥൻ എന്ന ആനയായിരുന്നു രണ്ടാം പാപ്പാൻ ശ്രീകുട്ടനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ആദ്യത്തെ കൊലപാതകം നടന്നത് പെട്ടെന്നുണ്ടായ പ്രകോപനം കൊണ്ടായിരുന്നുവെങ്കിൽ രണ്ടാമത്തേത് പാപ്പാന്റെ ശ്രദ്ധക്കുറവ് മൂലമാണെന്ന് പറയേണ്ടി വരും. തലേ ദിവസം കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകൾക്കിടയിൽ രണ്ടാം പാപ്പാൻ ശ്രീകുട്ടന് നേരെ കാശിനാഥൻ ആക്രമിക്കുവാനായി വന്നെങ്കിലും ഒന്നാം പാപ്പാൻ അമൽ ആനയെ തടയുകയും ആനകൾ പെട്ടെന്നിടഞ്ഞാൽ തളയ്ക്കുവാൻ കഴിയുന്ന രീതിയിൽ സ്ഥാപിച്ചിട്ടുള്ള കൊളുത്തിൽ ആനയെ തളയ്ക്കുകയും ചെയ്തു. തുടർന്ന് കാശിനാഥനെ കൂടുതൽ ചടങ്ങുകൾക്ക് പങ്കെടുപ്പിക്കാതെ ദേവസ്വം പറമ്പായ കൊട്ടിലാക്കലിൽ തളച്ചിരിക്കുകയായിരുന്നു. പിറ്റേ ദിവസം രാവിലെയോടെ കാശിനാഥനെ ലോറിയിൽ കയറ്റി കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും കൊണ്ടുപോയില്ല. ഉച്ചയോടെ ആനയുടെ സമീപം രണ്ടാം പാപ്പാനായി ശ്രീകുട്ടനെത്തുമ്പോൾ ഒന്നാം പാപ്പാൻ അമൽ ആനയുടെ സമീപത്തുള്ള ഷെഡിൽ വിശ്രമിക്കുകയായിരുന്നു. ശ്രീകുട്ടൻ അടുത്തെത്തിയതും പെട്ടെന്നായിരുന്നു കാശിനാഥൻ ആക്രമണം അഴിച്ചുവിട്ടത്. കൊമ്പുകൊണ്ട് തട്ടിയിടുകയും ശ്രീകുട്ടന്റെ നെഞ്ചിൽ കാശിനാഥൻ ചവിട്ടുകയും ചെയ്തതോടെ എല്ലാം കഴിഞ്ഞിരുന്നു. ഒന്നാം പാപ്പാൻ അമലിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുൻപ് തന്നെ നിമിഷനേരത്തിനുള്ളിൽ എല്ലാം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. തലേ ദിവസം തന്നെ ആക്രമിക്കുവാനായി വന്ന ആനയുടെ അടുത്ത് കയറി ചെല്ലുമ്പോൾ ഒരൽപ്പം കരുതലുണ്ടായിരുന്നുവെങ്കിൽ ശ്രീകുട്ടൻ എന്ന യുവാവ് കൊല്ലപ്പെടില്ലായിരുന്നു.